ഏഴാം ക്ലാസ് സയൻസ് എന്ന പാഠപുസ്തകത്തിലെ ബാക്കി ചോദ്യവും ഉത്തരവുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം 1. മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ 9 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 230 വോൾട്ട് വൈദ്യുതിയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. 230 വോൾട്ട്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നു. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിഫലനം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. എന്നാൽ പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിഫലന രശ്മി. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതനകോൺ. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്ന പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. കോണളവ് x ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 360 ഹരിക്കണം x -1. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം. ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ എന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്നും പറയുന്നു. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രയുടെ സ്ഥാനം മാറ്റം മുഖേന നടക്കുന്ന പ്രേഷണ രീതിയാണ് സംവഹനം. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇനി ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അത് ജലത്തേക്കാൾ വേഗത്തിൽ കര എന്ത് ചെയ്യും? ചൂട് പിടിക്കും. എന്നാൽ അതുപോലെ തന്നെ വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കടലിനു മുകളിലെ വായു താരതമ്യേന തണുത്തതായിരിക്കും. കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. കടൽക്കാറ്റ് പകൽ സമയങ്ങളിലാണ് വീശുന്നത്. കടലിനേക്കാൾ വേഗത്തിൽ കരയാണ് തണുക്കുന്നത്. അതിനാൽ കടലിനു മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യായന വ്യവസ്ഥ. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനും. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്കുവഹിക്കുന്നു. പ്ലാസ്മയുടെ പ്രത്യേകതകൾ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഇളം മഞ്ഞ നിറം. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഇനി പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. വെളുത്ത കോശം നിശ്ചിത ആകൃതിയില്ല,
മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ചുവന്ന രക്തം, അതിന് ചുവന്ന രക്തകോശമാണെങ്കിൽ ഡിസ്കിൻ്റെ ആകൃതിയും മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ധമനികൾ. എന്നാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. രക്തപരിയാന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഹൃദയത്തിന് മുഷ്ടിയുടെ വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. ഞാഞ്ഞൂലിനാണെങ്കിൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളുണ്ട്. പാറ്റ 13 അറകളുണ്ട്. മത്സ്യം 2 അറകൾ. തവള 3 അറകൾ. കോഴി 4 അറകൾ. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. 72 പ്രാവശ്യം. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക്. ആരാണ്? റെനെ ലെനക്ക്. 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് ആണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ആരാണ്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് 1967. ഓക്കെ, താങ്ക് യു.